പരിശുദ്ധാത്മാവ് വ്യക്തമായും വ്യക്തമായും ദൈവം നമ്മോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ്, മായമില്ലാത്ത ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. യഗസ്തിയിൽ പ്രവചിച്ചപ്പോൾ സംഭവിച്ച ചില ശുശ്രൂഷ ഇന്ന് സഭയ്ക്കകത്ത് വീഴാൻ പോകുന്നു. റബന ഹഡകൽമന ഹസ്തിരന റബൽ ഖമന റബുനി റിബന ഘടകൽ പ്രവിടി അർത്ഥമന റബന ദീപൽ ഖമാന വൈഡമാന റീബൽ പ്രവിടി വെട്ടിവേദി അർത്ഥമാനം ദൂരവേദം വൈഡമാനം ബൽഖമന റബന ഘടകം യേശുവിൻ്റെ നാമത്തിൽ ഒരു യഗസ്തിയിൽ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചതുപോലെ ഇതിനകത്ത് ചില ശുശ്രൂഷകൾ വെളിപ്പെടാൻ പോകുന്നു. ഈ സഭാഹോളിനകത്ത്, ഈ ദൈവസഭയ്ക്കകത്ത്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ, വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിൻ്റെ മേൽ, ദൈവസഭയ്ക്കകത്ത് ചില വിടുതൽ ശുശ്രൂഷകൾ, ചില കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ, അത്ഭുതമേറിയ ശുശ്രൂഷകൾ, മൂർച്ചയുള്ള ചില ആയുധധാരികൾ ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് ഇന്ന് പോൽക്കാലം ജ്വലിക്കുമെന്ന് ആത്മാവ് നിന്നോട് പ്രവചനയാത്മാവിൽ ഇടപെടുകയാണ്. ചില വിദേശയാത്രകൾക്ക് ചിലർ ഒരുങ്ങിക്കൊള്ളുവാൻ ആത്മാവ് പറയുന്നു. ചില വിദേശയാത്രകൾ ഇതിനകത്ത് ചിലരെ ദൈവം ഒരുക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. ചില വിദേശയാത്രകൾക്ക് ചിലർ ഒരുങ്ങിക്കോ, പരിശുദ്ധാത്മാവ് അതിനായി ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഏറ്റവും ഉണങ്ങിക്കിടന്ന അസ്ഥിയിൽ വ്യാപരിക്കപ്പെട്ട ദൈവശക്തി തള്ളപ്പെട്ട നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. തള്ളപ്പെട്ട നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കാൻ പോകുന്നു. വെറുക്കപ്പെട്ട നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ മുടിയനായ പുത്രനാണ്, പുത്രനാണ് എന്ന് പറഞ്ഞു നിന്നെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ദൈവം നിന്നെ പേർ മാറ്റിയതുപോലെ, ആക്കിയതുപോലെ ചിലരുടെ മേൽ ഇന്ന് പകലിൽ ഈ അഭിഷേകം വീഴുമെന്ന് ആത്മാവ് ശക്തമായി വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരം നിന്നിൽ കൂടി ഒരു വലിയ സഭാഹോള് കർത്താവ് വേഗത്തിൽ പണിയിക്കും. ഒരു സഭാഹോള്. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ദൈവാത്മാവ് പറയുന്നു, നീ ദൈവദാസന്മാർക്ക് കേഷായിട്ട് കൊടുക്കത്തില്ല, ചെക്കായിട്ട് കൊടുക്കുന്ന കാഴ്ച. ഉടബന ഹ്രബനഘടകൾ കനാരി ചെക്കുകൾ എഴുതി കൊടുക്കും. ചെക്കുകൾ നീ മറ്റ് വടക്കേ ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകൾക്ക് ഭക്ഷണത്തിന് നന്മ കൊടുക്കും. ചിലർക്ക് ഉപജീവനത്തിന് നന്മ, ചിലർക്ക് നീ സാമ്പത്തിക സഹായങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്നിൽ കൂടി 17 സ്റ്റേറ്റുകളിൽ നിന്നിൽ കൂടി ചിലർക്ക് നന്മ കൊടുത്ത് ചില ശുശ്രൂഷ തുടങ്ങാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ചില ശുശ്രൂഷ തുടങ്ങാൻ പോകുന്നു. ചില വാഗ്ദത്തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കേറിവാ യേശുവിൻ്റെ നാമത്തിൽ ഉടമന ഘടകസ്യ ഉടമാ രമന ഘടക പ്രൗഢി അർത്ഥമനം രമന ഘടകം വെട്ടിവേദം ദൂരവേദി വൈഡമാനം അർത്ഥമാനം ദുരമന റബൽ കമനം വൈഡമന റമന റബൽ പ്രൗഢി അർത്ഥമാന ദിവനം ഘടകം വേദം വൈഡം മനകം രഗനം. യേശുവിൻ്റെ നാമത്തിൽ ചില കോട്ടകളെ ഇടിച്ചുകൊണ്ട് ദൈവം നിന്നിൽ മേൽ ചിലത് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 1-2 അധ്യായത്തിലേക്ക് കയറി വന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, ഒരു കൃപാവരത്തിൻ്റെ ശുശ്രൂഷ ഇതിനകത്ത് കൺപറ്റാകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്തോത്രം. ഞാൻ മാതാവിനോട് സദൃശ്യമായി സ്നേഹിക്കുന്ന ആൻറ്റിയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. സൗമ്യരെ അമ്മാവി അമ്മ. ഹല്ലേലൂയ, ആമേൻ. ആൻറ്റി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ, ശക്തമായി പ്രാർത്ഥിക്കുക. ചെറുതായി കാണരുത്. ബെഥസ്ദാ കുളക്കരയിൽ 38 ആണ്ട് കിടന്നവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, എന്നെ ഇറക്കുവാൻ ആരുമില്ല.
ഞാനിനി ഒരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് പലവിധമാണ്. എല്ലാവരെയും വിളിച്ചില്ല. വിളിക്കപ്പെട്ടവരോടിരിക്കുന്ന ഫലം വലുതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, ചിലരെ ദൈവം ശക്തമായി വിളിച്ചു കഴിയുമ്പോൾ അവരെ ചിലയിടത്ത് കൊണ്ടുപോകുവാനും അല്ലെങ്കിൽ വഴി കാണിച്ചു തരുവാനും ആര് കാണത്തില്ല? ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. സ്തോത്രം. അവിടെ നമ്മൾ പതറരുത്. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ നടത്തുവാൻ നീ വഴി ഒരുക്കി തരണമേ. എന്നെ നടക്കുവാൻ ഹല്ലേലൂയ എനിക്കൊരു വഴി ഒരുക്കി തരണമേ. എനിക്ക് നടക്കുവാനുള്ള പാത, എനിക്ക് പോകേണ്ട സഞ്ചാര യോഗ്യമായ പാത ദൈവം എനിക്ക് മുമ്പിൽ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആരും നടത്തുവാൻ കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇത് ഓർഡിനേഷൻ നൽകി വന്നതല്ല. കർത്താവ് തെരഞ്ഞെടുത്ത് ഊരുകളിൽ പ്രാർത്ഥിക്കാൻ വിട്ടതിലൊരു ടീമാണ് നീ. ഹല്ലേലൂയ. റബനഗഡകൾ കനാരിയ വൈഷപ്രവിടിമാനഗഡഗസിയ. ഇത് ഗ്രാവിഷൻ പ്രാപിച്ചതല്ല. ഇത് തമ്പുരാൻ നിന്റെ മേൽ വച്ച അഭിഷേകമാണ്. ആ അഭിഷേകം കൊണ്ട് നീ മരുഭൂമിയിലേക്ക് പോയാലും അവിടെയും നീ പടാതെ നിൽക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ വേഗത്തിൽ വന്നിട്ട് എഗസ്തിയേൽ പ്രവചനത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ഹല്ലേലൂയ 1-2 കണ്ണികകൾ പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഒരു ദൈവ പൈതൽ ദൈവത്തിലേക്ക് നോക്കണം. ഹല്ലേലൂയ. താഴോട്ടൊരിക്കലും നോക്കാനിരിക്കരുത്, കീഴോട്ട് നോക്കരുത്, ദൈവത്തോട്ട് നോക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് നീ വിളിക്കണം. കർത്താവിൻ്റെ വചനം 34 സങ്കീർത്തനം 34:5 പറയുന്നു, അവനിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയതില്ല, അവരുടെ മുഖം പ്രകാശിച്ചു. ഹല്ലേലൂയ. പ്രകാശം എന്ന് പറയുന്നത് ആത്മാവിനാൽ വന്നിരിക്കുന്ന വെളിച്ചമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇരുളോ എവിടെ കിടന്നെന്ന് ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രം പറയുന്നത് ഇരുൾ ആഴത്തിൽ കിടക്കുകയാണ്. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെയെങ്കിൽ നീ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുമ്പോ നിന്നെ ആത്മാവ് പൊതിഞ്ഞിരിക്കും. ഓ, നല്ല രാമയം പറ, നല്ല രാമയം പറ. മർക്കോസിൽ വരുമ്പോ, മർക്കോസ് സുവിശേഷത്തിൽ വരുമ്പോ സ്നാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. പല ഭാഗങ്ങളിൽ സ്നാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓ, രക്തം ജയമെടുക്കുന്നു. ഇനി ആരും വായ്പൂട്ടി ഇരിക്കരുത്. നിങ്ങൾക്കോടുള്ള ചില ദൂതുകൾ കൈമാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിലേക്ക് നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല, അവരുടെ മുഖമോ പ്രകാശിച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിലേക്ക് നോക്കുവാനാണ് ഇറങ്ങിയെങ്കിൽ ആര് പറഞ്ഞും വഴിയിൽ നിൽക്കരുത്. ഹല്ലേലൂയ. പിശാച് പിടിച്ച അമ്മ വീട്ടിൽ കിടക്കും, സാത്താൻ പിടിച്ച അപ്പൻ വീട്ടിൽ കിടക്കും, മക്കൾ ആരാധിച്ചോണം. ഹല്ലേലൂയ. വനത്തിൽ കിടന്ന ദാവീദിനെ ദൈവം രാജാവാക്കിയെങ്കിൽ അവരെ ആരെയും നോക്കി നിൽക്കരുത്. ഇവിടെ 7 എണ്ണത്തിന് കിട്ടിയില്ല. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോ അഭിഷേകം ചെയ്യുവാൻ ഇവർ 7 എണ്ണം യോഗ്യന്മാരല്ല. ഇവർ വളഞ്ഞ വഴിയും തിരിഞ്ഞ വഴിയും കുറുക്കു വഴികളും കണ്ടുപിടിച്ചിരിക്കുമ്പോ വനത്തിനകത്ത് ഒരുവൻ നന്നായിട്ട് ആട് മേയ്ക്കുന്നുണ്ട്. ആട് മേയ്ക്കുന്ന ദാവീദിനെ ദൈവത്തിന് നല്ല ഇഷ്ടപ്പെട്ട ദാവീദിനെ ദൈവം രാജസ്ഥാനത്ത് കൊണ്ടുവരുവാനും ഒരു രാജാവായി രാജ്യത്തെ ഭരിക്കത്തക്ക നിലവാരത്തിൽ തമ്പുരാൻ രാജകശേരയിലേക്ക് ഇരുത്തുവാൻ ഒരുക്കിയെങ്കിൽ ഹല്ലേലൂയ, സാത്താന്റെ അടിത്തട്ടിൽ കിടക്കുന്നവരെ നോക്കി നിൽക്കരുത്, നിന്റെ വിളിയോർത്ത് ഓടിക്കോണമെന്ന് നല്ല രാമയം പറഞ്ഞാട്ട്. ഓ, റിബാന ഹഡകൽ കനാരിയ വൈഡമാന റബൽകമനെ ഉടമാ റബനഗഡഗസിയാന. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ അറിയണം. സ്വത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിളി അബ്രഹാം അറിഞ്ഞു, തേരക്ക് അറിഞ്ഞിട്ടില്ല. അബ്രഹാം വിളി അറിഞ്ഞേച്ച് ഓടിയവനാ. അബ്രഹാം വിളി അറിഞ്ഞേച്ച് ഇറങ്ങി വന്നവനാ. നീ നിന്റെ വിളി അറിഞ്ഞേച്ച് ഇറങ്ങി വന്നോണം. ഹല്ലേലൂയ. എങ്കിൽ നിന്റെ യാത്രയിൽ ഖേദം വരാതെ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കുവാനിടയാകും. ഹല്ലേലൂയ.
വരുന്ന സൺഡേ ആരാധന നിങ്ങളുടെ വരുമ്പോൾ വിദേശത്തൊരു കരിങ്കൊടി കാണും. ഉടമന റബൽക്കമനം വൈഡമന ദൂരമാനം വാർത്തവേദി വൈഡമാനം ഓ ദൂരപ്രവിടി വേദിയാന ഘടകം ദുരേ അർത്ഥമാനക്കോ പരിശുദ്ധാത്മാവേ വെട്ടിവേദി ദൂരമാനം വൈഡവേദി. ആത്മാവ് ചില കുടുംബങ്ങളെ പണിതെടുക്കുകയും ചില കുടുംബത്തെ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ചിലതിനെ തമ്പുരാൻ ചിലത് ഓ ഹല്ലേലൂയ അയക്കാൻ പോകുന്നു, ചിലത് അയക്കാൻ പോകുന്നു. ഓ നിന്റെ നാമം ഹല്ലേലൂയ, നിന്റെ നാവിലിരിക്കുന്ന നാമം യേശുവെന്ന നാമമാണെങ്കിൽ ഈ നാമത്തിന് വിരോധമായി കടത്തിവിടുന്ന വേറെ ചില നാമം തമ്പുരാൻ നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിച്ചു വിടാൻ പോകുന്നു. ഓ റുഡബല ദുരബല വൈഡബല. ഹല്ലേലൂയ 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 ആമേൻ. നിന്റെ 65 വയസ്സല്ല വിഷയം. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഏകദേശം എല്ലാം ചെറുപ്പക്കാരാ. ഹല്ലേലൂയ. നിന്റെ 40 വയസ്സല്ല ദൈവത്തിൻ്റെ വിഷയം. നിനക്ക് ദൈവത്തെ അറിയണമെന്ന് തീരുമാനം ഉണ്ടോ എന്നുള്ളതാ. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് നോക്കിയിട്ടല്ല പോകുന്നത്, മുമ്പിലേക്ക് നോക്കണം. കർത്താവിൻ്റെ വചനം പറയും നമ്മളിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിപ്പിച്ചു. അല്ലെങ്കിൽ അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. വായിക്കാം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, ആ സകല ഘട്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ ഇരുന്ന് ഒരിക്കൽ ചിക്കൻ വെച്ചു, ഒരിക്കൽ അല്ലെങ്കിൽ മത്തി വെച്ചു, ഒരിക്കൽ കപ്പ വെച്ചു, ഒരിക്കൽ ചോറ് വെച്ചു, ഒരിക്കൽ പിന്നെ അച്ചാറ് വെച്ചു, ഒരിക്കൽ രസം വെച്ചു. ഇങ്ങനെ ടൈം അങ്ങ് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിൽ ഉപവാസത്തിൽ വന്ന് പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മസാന്നിധ്യത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. ഓ റിബാന ഹഡഗമന റബൽക്കമന വൈഡമന റീവല വൈഡേ റീവൽക്കമനം വൈഡമാന അർത്ഥവേദി ദൂരമാനം വൈഡവേദി വെട്ടിവേദം ദൂരമന വൈഡമേ റബൽക്കമാന. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടി നീ പുറത്തു വരണമെങ്കിൽ ഓ ദൈവത്തെ ആരാധിക്കണം. മണിയടിച്ചല്ല, ഓ സമയം നോക്കി വെച്ചുകൊണ്ടല്ല, ദൈവത്തിന് വേണ്ടി നീ ഫ്രീ മൈൻഡോടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ പാഞ്ഞു വരുന്ന അമ്പുകളെ നീ കീഴടക്കണമെങ്കിൽ ടൈം വെച്ചല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവം എനിക്ക് മറുപടി തരോളം ഞാൻ പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് മറുപടി തരുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവിന്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ലഭിക്കോളം പ്രാർത്ഥിപ്പി, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പി, സ്തോത്രത്തിൽ യാഗരിപ്പി, ദൈവത്തോട് പറ്റി ഇരിപ്പാൻ പഠിപ്പിക്കുന്ന കർത്താവിനെ നീ സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അന്യഭാഷ ലഭിച്ചവരൊക്കെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഞാൻ ആശീർവാദം പറയുന്നതിനകത്ത് നിങ്ങളുടെ മേൽ ചില വിടുതൽ നടക്കും. ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. മുന്തിരി കുലകൾ പോലുള്ള ചില വാക്തത്വത്തിൻ്റെ വരങ്ങൾ ചിലരുടെ മേൽ റാന്തി മനാസി മന റബന റബൽക്കമാന വൈഡമന റീബല വൈഷ്ടം മനവേദം നർത്തവേദം ഇന്ന് പോൽക്കാലം ചില വരങ്ങൾ, ചില വാക്തത്വത്തിൻ്റെ വരങ്ങൾ ചില വ്യക്തികളുടെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുന്നു. ഓ ഹാലേലൂയ. മുന്തിരിത്തോട്ടമാകുന്ന സഭയ്ക്കകത്തിരിക്കുന്ന വൃത്തുത, ഓ സഹോദര സഹോദരി, ദൈവദാസന്മാരെ ദാസിമാരെ, ഇന്ന് പോൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവം നിന്റെ മേൽ ചില വാഗ്ദത്തങ്ങൾ കൈമാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദാഹിക്കുന്നവനൊക്കെ എൻ്റെ അരികിൽ വരുവില്ലെന്ന് കർത്താവിൻ്റെ ദാസിയുടെ പ്രസംഗിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ ദാഹം തീർത്ത് തരാമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ദാഹം തീരണമെങ്കിൽ ഇത് യേശുവിലേക്ക് വരണം. യേശുവിലേക്ക് വരണം. യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്തോത്രം. സാധാരണ പല ആരാധനകളിൽ നമുക്കറിയാം, ചെന്നിരുന്ന് നമ്മൾ ഉറങ്ങി കോട്ടുവായൊക്കെ വിട്ടിട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പല ഇടങ്ങളിലും ഉണ്ട്. അത് അവിടെ ആത്മാവല്ല ഭരിക്കുന്നത്, വേറെ ചിലരാ. ഇവിടെ ഉറങ്ങുന്നവനെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. അല്ല രാമയെ പറഞ്ഞിട്ട് വായിക്കാൻ താട്ട്. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി. യഹോവയുടെ ദൂതൻ ആർക്ക് ചുറ്റുമാണ് പാളയമിറങ്ങുന്നത്? തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും, ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും
ദൈവത്തിന്റെ ദൂതന്മാർ പാളയമിറങ്ങി അവരെ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്, നല്ലൊരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ട്, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നത് തന്റെ ഭക്തന്മാർക്ക് ചുറ്റും. അവൻ ദൂതന്മാരെ പാളയമിറക്കി തന്റെ ഭക്തന്മാരെ വിടുവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവദൂതന്മാർ ആർക്ക് ചുറ്റുമാണ് ഇറങ്ങുന്നത്? ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ചുറ്റും. ഭക്തന്മാർക്ക് ചുറ്റും ദൂതന്മാരെ അയച്ച് രക്ഷിക്കുന്ന കർത്താവ് നമ്മുടെ നടുവിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് ഇതിനകത്ത് നടക്കുന്നത് കാണുന്നവർ ചില ബന്ധനമഴിഞ്ഞ് പിടിപ്പിക്കപ്പെടും. ദൈവാത്മാവ് പറയുന്ന 2 ഉദര സംബന്ധമായ രോഗികളെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിക്കോ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്നെ അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കിക്കോ. യേശുവിൻ്റെ നാമത്തിൽ ഉദര സംബന്ധമായ ചില കെട്ടുകൾ പൊട്ടുന്നു. ഉദര സംബന്ധമായ ചില രോഗങ്ങൾ കർത്താവ് അഴിക്കുന്നു. ഉദര സംബന്ധമായ ബന്ധനങ്ങൾ കർത്താവ് അഴിക്കുന്നു. ആരാധിക്കാൻ വന്നവർ ആരാധിച്ചാട്ട്. ആരും ഇനി സംസാരിച്ചു കൊണ്ടിരിക്കരുത്, ആരും അലക്ഷ്യമായിരിക്കരുത്. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി സംസാരിക്കുക. ഇവിടെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ റിബാന ഹടകൽക്കനാരി, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൈലക്കാരന്റെ തൈലം ഈച്ച താറുമാറാക്കിയതുപോലെ നിങ്ങൾ താറുമാറാക്കരുത്. ഹല്ലേലൂയ, ആമേൻ. യഹോവയുടെ ഭക്തന്മാരെ ചുറ്റും ദൂതന്മാരെ അയച്ച് വിടുവിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോ? ഞാനൊരു 10 മിനിറ്റ് കൂടി അടുത്തൊരു വചനത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചതുപോലെ യഗസ്തേൽ പ്രവചനം 37 അധ്യായം ഒന്ന് വായിക്കാം. യഗസ്തേൽ പ്രവചനം 37. പ്രൈസ് ദി ലോർഡ്. വേഗം വായിച്ചോ. ഓ റബന ഹടകൾ കനാരിയ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടത്തി. പ്രവാചകൻ പറയുക, എന്നെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു തോട്ടത്തിന്റെ താഴ്വരയിലോട്ട് കൊണ്ട് നിർത്തി. അവിടെ നിൽക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, ചുറ്റി ചുറ്റി നടത്തിക്കൊണ്ടേയിരുന്നു, ചുറ്റി ചുറ്റി നടത്തിക്കൊണ്ടേയിരുന്നു. ഒരിടത്ത് നിൽക്കാൻ പറഞ്ഞില്ല. കാരണം അസ്ഥി ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. സെന്റൻസ് ഒക്കെ വരുമ്പോൾ വായിച്ചു വരുമ്പോൾ പറയുന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥിയായിരുന്നു. അതിൻ്റെ കാലപ്പഴക്കം അറിയത്തില്ല, അതിനെന്തൊക്കെ ഉണ്ടെന്നറിയത്തില്ല. അതിൽ വേറും ഹീനമായ അസ്ഥികൾ, അതിങ്ങനെ ഉണങ്ങിക്കിടക്കുക, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളാണ്. പക്ഷെ ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികൾ നടുവിൽ വല്യ പ്രവാചകനോട് പറഞ്ഞില്ല, നീ അവിടെ ഒന്ന് നിന്നോ മോനെ, ഒന്ന് നിന്നുകൊണ്ട് പ്രവചിച്ചാൽ മതി എന്ന് പറഞ്ഞില്ല. പക്ഷെ ഹല്ലേലൂയ ചുറ്റി ചുറ്റി നടത്തുമാറാക്കി. പട്ടണം ചുറ്റി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായിക്കോ. ചില അസ്ഥികൾ രൂപപ്പെടാൻ പോവുക, ചില അസ്ഥികൾ രൂപപ്പെടാൻ പോവുക, ചില അസ്ഥികൾ എഴുന്നേൽക്കാൻ പോവുക. ഓ, ചില ജീവനുള്ളത് ചലിക്കാൻ പോവുകയാണ്. ഏറ്റവും ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് ചിലത് ജീവൻ കൊള്ളാൻ പോവുക. ആത്മാവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ആത്മാവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ആത്മാവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ് എന്ന് പറഞ്ഞെന്ന് വേഷം മാത്രം. കാരണം ദൈവകൃപയുള്ളവരെ വിളിച്ചാൽ ഹല്ലേലൂയ അകത്തുറങ്ങുന്ന ചില ലിബിയാതാൻ്റെ തല തകരും. അതുകൊണ്ട് ചിലർ വിളിക്കാതെ പൂട്ടി വെച്ചിരിക്കുന്ന ചില പേര് കൊണ്ട് വെച്ചിരിക്കുന്ന സ്ഥാനത്തല്ല ദൈവം തന്നെ ഇരുത്തിയിരിക്കുന്നത്. കെട്ടഴിച്ച് പൂട്ടറുത്ത് പുറത്തെടുക്കുന്നവനെ ഉടവന റബന, ഓ മുദ്രകൾ പൊട്ടിച്ചവൻ, കല്ലറകൾ തുറന്നവൻ, 4 നാളായ ലാസറിനെ ഉയർപ്പിച്ചവൻ,
കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, 4 ആൾ ചുമന്നു കൊണ്ടുവന്ന പക്ഷവാതക്കാരനെ ജീവൻ കൊടുത്തവൻ, സൗഖ്യമാക്കിയവൻ നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ചവനാണ്. അവന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമേറിയിരിക്കുകയാണ്. അത് പാറയുടെ പുറത്തല്ല, മലയുടെ മണ്ടയിലല്ല, ഒരു മരത്തിന്റെ കൊമ്പിലല്ല, ഭൂമിയിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നു. റിബനെ റബൽകമനം വൈഡമന റീവൽകമാന വൈഡമന ഉടമന റബനെ റീവല വൈഡൻ മനകം രഗനം ഘടകം ഷുഡമ രഗന. എല്ലാവരും ആരാച്ചോ. ഓ റീവല വൈഡൻ മനകം രഗനം ഘടകം ഷുഡമ രഗനെ വൈഡം ഉടമന ഘടകം ദുനഘടകം അത്തുൽ ഘടകം ദുനഘടകം അടകച്ചാലം ദുനഘടകം വൈഡം മനകം ദുനഘടകം അടക മനക ദുനഘടകം തീവല വൈഡം ദുനഘടകം അത്തുൽ ഘടകം ദുനഘടകം അടകച്ചാലം ദുനഘടകം വൈഡം മനകം ദുനഘടകം ത്രിപനം ഘടകം ദുനഘടകം അത്തുൽ ഘടകം ദുനഘടകം വൈഡം മനകം ദുനഘടകം തീവല വൈഡം ദുനഘടകം അടക മനക ദുനഘടകം തീവല വൈഡം ദുനഘടകം ത്രിപനം ഘടകം ദുനഘടകം അത്തുൽ ഘടകം ദുനഘടകം. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിനക്ക് മീതെ പറന്നുയരുവാൻ നോക്കുന്ന ദുഷ്ടാത്മാവ് നിന്റെ കാലടിയിലേക്ക് ദൈവമാക്കി തീർക്കും. കാരണമെന്ന് പറഞ്ഞ നീ തോറ്റ ദൈവത്തെ അല്ല ആരാധിച്ചത്. ഓ ഹല്ലേലൂയ. സിംഹാസനത്തിരുന്നു കൊണ്ട് സമയാസമയങ്ങൾ നമ്മെ നോക്കിക്കണ്ട് ഹല്ലേലൂയ നമ്മെ പരിശു നടത്തുന്ന നല്ലൊരു പ്രിയനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. തോട്ടത്തിൽ കൂടി ചുറ്റി നടത്തുമാറാക്കി പ്രവാചകനെ, തോട്ടത്തിൽ കൂടി ചുറ്റി നടത്തുമാറാക്കി. ഒരിടത്ത് നിന്നാ പോരാ, ഒരിടത്ത് നിന്നാ കാര്യമൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് തമ്പുരാൻ ചുറ്റി ചുറ്റി നടത്തുമാറാക്കി. നടക്കുമ്പോൾ തോട്ടത്തിൻ്റെ ചുറ്റെല്ലാം അസ്ഥികളുണ്ട്. ഹല്ലേലൂയ. അതിനെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു ഭാഗമാണ്, എത്ര പ്രായമുള്ള മനുഷ്യരുടെ അസ്ഥി ആയാലും അതേത് പ്രായമുള്ള ഈ അസ്ഥികളോടെ ഈ അസ്ഥികൾ ചേരത്തുള്ളൂ. അവിടെയാണ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ദൂതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. 90 വയസ്സായവൻ്റെ 40 വയസ്സായവനിലേക്ക് ചെന്ന് ചേരുകയില്ല. അതേത് പ്രായങ്ങളിലുള്ള അസ്ഥികളുടെ മേൽ അസ്ഥികൾ വന്നു ചേരും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. ഈ 2026 ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ ജൂലൈ മാസത്തിൻ്റെ ലാസ്റ്റത്തെ ആഴ്ചയുടെ ആരാധനകളിൽ ചിലരുടെ മേൽ ചിലത് വെളിപ്പെട്ട് വരും. ചില തോട്ടത്തിൻ്റെ താഴ്വരയിൽ ചുറ്റി ചുറ്റി നടത്തും. ചിലരെ അസ്ഥികളെ നോക്കി പ്രവചിപ്പാൻ തമ്പുരാൻ കരം വയ്ക്കാൻ പോകുന്നു. കരം വച്ച് അധികാരപ്പെടുത്താൻ പോകുന്നു. ഒരു യേഹൂവിനെ ഉൾമുറിയിൽ കൊണ്ടുചെന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്തതുപോലെ നിന്റെ മേൽ കൊമ്പിലെ തൈലം വീഴട്ടെ. പാത്രത്തിലെ തൈലമല്ല, കൊമ്പിലെ തൈലം വീഴാൻ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരുണ്ടോ? ദൈവദാസിമാരുണ്ടോ? ദൈവിക മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ കൊമ്പിലെ തൈലം വീഴാൻ പോകുകയാണ്. റീബാന റബനെ റീബല വൈഡേ മന റബനെ റീബൽ കമനെ വൈഡമന റീബല വൈഡൻ മനകെ രഗനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്രതീക്ഷിതമായ ചില വിദേശ യാത്രകൾ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ദൈവം തുറക്കാൻ പോകുന്നു. വിദേശ യാത്രകൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ദൈവം ചില പുതുവഴികൾ തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, ദൈവാത്മാവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഒരുക്കമായാൽ നിങ്ങൾക്കത് ലഭിക്കും. ഉടമാ റബൽ ഖബന ഘടകസി വൈഡമാന ഘടകൽ കനാരി റീബൽ പ്രവിടി വേദിയാന ഘടകം റബന ഘടകം ദുനേ ദുനഘടകം വൈഡമാന ഘടകസി. ദൈവത്തിന്റെ മഹത്വം മഹിമ കണ്ട സാക്ഷികളാക്കി ദൈവം നിങ്ങളെ മാനിച്ച് ഹല്ലേലൂയ നടത്തുന്ന ദൈവം ചെറിയവനല്ല, അവൻ വലിയവനാണ്. അവന്റെ നാമം ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമേറിയ നാമമാണ്. ഹല്ലേലൂയ. അവന്റെ നാമം നിന്നെ ഹല്ലേലൂയ കുണ്ടറയിൽ നിന്നുകൊണ്ട്, പാപത്തിന്റെ ചേറ്റിൽ നിന്നുകൊണ്ട്, പാപത്തിന്റെ പടുകുഴിയിൽ നിന്നുകൊണ്ട് കരം പിടിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഈ നാമത്തിന്റെ മഹിമ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ നിന്റെ പേര് വലുതാകും.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലർ പറയും കുറച്ചൊന്ന് പ്രസംഗിച്ചാൽ മതി, കുറച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, കുറച്ചൊന്ന് പാടിയാൽ മതി. ഓ ഹല്ലേലൂയ. ഞാൻ ഒരു സഭയിൽ ഒരിക്കൽ മീറ്റിങ്ങിന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സഭയിൽ മറ്റൊരു ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ ആ സഭയിൽ നിന്നൊരു പെൺകുട്ടി പിശാചിളകി ഇറങ്ങി ഓടി. അവിടെ 2 ദൈവവൃത്യന്മാർ നടത്തുന്ന ഒരു സഭ, മറ്റു ഞാൻ ആൾ പേർ പറയത്തില്ല. ഹല്ലേലൂയ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിന്റെ പരിസരത്തുള്ളവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഈ പെൺകുട്ടി ഇറങ്ങി ഓടി തൂങ്ങുവാനായി ശ്രമിച്ചു. ഇന്ന് മാറ്റണമെന്നൊന്നും ഒരു തടസ്സമില്ല, ഇതെല്ലാം മാറ്റണം. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ്, നമ്മൾ ഉണ്ടാക്കിയിട്ടതാണ്. കർത്താവ് ആരുടെ കയ്യിലും കാലിലും ഒന്നും കയറ്റി വെച്ചു കൊടുത്തിട്ടില്ല. കർത്താവ് ആരുടെയും പിരിയം വരച്ചില്ല. കർത്താവ് ആർക്കും പൊട്ട് കുത്തിയില്ല, മൂക്ക് കുത്തിയില്ല, കാത് കുത്തിയില്ല, കൈ കുത്തിയില്ല, കാലയിലിട്ടില്ല, ഒന്നിലും ഇട്ടില്ല. തമ്പുരാൻ ഇടാത്തതൊന്നും നീ ഇടണ്ട, ശരിയാ. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഹല്ലേലൂയ ജാതികളെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സുവിശേഷം വെളിപ്പെടണം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം. വായിക്ക്, താഴോട്ട് വായിക്ക്. അവർ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. ഇതുപോലും ചെറുതൊന്നുമല്ല, ഇച്ചിരിയൊന്നുമല്ല, ഒത്തിരി ഉണ്ട്. എത്രയോ അധികമായിരുന്നു ഈ അസ്ഥികൾ കിടക്കുന്നത്. ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ ഹല്ലേലൂയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് ഹല്ലേലൂയ പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാനിപ്പോൾ ആശീർവാദം പറയുന്നതിനകത്ത് ശ്വാസം ചിലർക്ക് വരും. ശ്വാസം വരും, ശ്വാസം വരും, ശ്വാസം വരും. കണ്ടിപ്പാ വരും, 100% വരും. ഓ വെൽക്കം, 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 വെൽക്കം. ഊടാപാന വൈഡാപാന. ആത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ ശ്വാസം വരും, ശ്വാസം വരും, ശ്വാസം വരും. നിങ്ങൾ ചിലതിനെ മിതിക്കും, നിങ്ങൾ ചിലതിനെ തകർക്കും, ചിലതിനെ ഉടയ്ക്കും, ചിലതിനെ വാർത്തെടുക്കും. ഓ ഉടവന ഹൃടകൽക്കനാര്യ. ചില കുശവന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. നല്ല ഹല്ലേലൂയ കുശവന്മാർ ഇതിനകത്തുനിന്ന് ഇന്ന് പൽക്കാലം എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. എല്ലാവരുടെ മേലും ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ആമേൻ. നാം നമ്മുടെ ദൈവസഭയെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കാം. ദൈവസഭയുടെ കെട്ടുപണിക്കായി ഞാൻ പറഞ്ഞതുപോലെ പരസ്യയോഗം നടത്തുവാൻ, കനുക്ഷയോഗങ്ങൾ നടത്തുവാൻ, വാഹനത്തിനായി, സാമ്പത്തികങ്ങൾക്കായി പ്രാർത്ഥിക്കുക. കർത്തൃദാസൻ ഒരു 2 വീലറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങൾ ധാരാളം ശക്തിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമനേക സഹായകരങ്ങളെ എഴുന്നേൽപ്പിച്ച് കർത്താവിന് വേണ്ടി മരുഭൂമിയിൽ വിഗ്രഹാരാധന വിട്ടിറങ്ങി വന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ദൈവം മാനിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം മാനിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ പിതാവിൻ്റെ നിന്നവരും ദേശക്കാരുടെ നിന്നവരും അതുകൊണ്ട് ദൈവം മാനിച്ചു. ആ ദൈവം നമ്മയും മാനിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു വ്യക്തിയോട് പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ വീട്ടിൽ 5 മന്ത്രവാദിമാരുണ്ട്. സ്തോത്രം. എൻ്റെ വലിയച്ഛൻ്റെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും ജട, ഇത്ര നീളം വരും, ഇത്ര വീതി വരും. ഞാനൊക്കെ എൻ്റെ കുഞ്ഞും മോൻ്റെ പ്രായത്തിൽ വീട്ടിയിരിക്കാൻ പറ്റുകയില്ല. ഇവർ ഊളം ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന, ബാധ പിടിച്ച് കിടക്കുന്നതിനെയൊക്കെ കൊണ്ടുവന്നിട്ട്, അറിയത്തില്ല നിനക്ക്? ഹല്ലേലൂയ. ഇതാ എൻ്റെ സഹോദരൻ സാക്ഷിയിരിപ്പുണ്ട്. സ്തോത്രം. കല്ല് പിടിച്ച് ഞാൻ ഉരുട്ടിയിട്ട് ഇതിൽ കൊണ്ടുവന്ന് കയറെടുത്ത് കെട്ടും. കെട്ടിയിട്ട് ഇവൻ്റെ കയ്യിൽ കെട്ടി കല്ലിൽ കെട്ടിനിടും. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ കുനിച്ച് നിർത്തിയിരിക്കുക. ഒത്തിരി ഓലപ്പിറകളുണ്ട്. രാത്രി ഇതിനകത്ത് അവരെ കൊണ്ട് കെട്ടിയിട്ട് പയറും കഞ്ഞിയും കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. കിടാവെട്ടി കർമ്മം ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ എത്രയെങ്കിലും എണ്ണം. ഉടമാരവൽക്കവനെ. അതിൽ നിന്ന് ഒരു വലിയച്ഛൻ്റെ മകളെ കുടുംബത്തിൽ നിന്ന് 3 സെൻറ്റിന്ന് ബെന്തക്കോസ് പള്ളിക്ക് കൊടുത്തു. അവിടെ ഒരു ബെന്തക്കോസ് പള്ളിയിരിക്കുകയാണ്. ഉടമാരവനഘടകം വിനഘടകം സിയാനയ. ഹല്ലേലൂയ.
ആമേൻ ആമേ സ്തോത്രം. അങ്ങനെ തുടങ്ങിയ മന്ത്രവാദികളും കിടാവെട്ടുകാരും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവരും 5 എണ്ണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനകത്ത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറില്ലേ, എൻ്റെ അച്ഛനും അമ്മയും ആളുകൾ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഇതായിരിക്കട്ടെ, സഹോദരൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും, ഭഗവാനും ഭഗവതിയും. എന്തിനെന്ന്? ഭഗവാനും ഭഗവതിയും. എൻ്റെ അച്ഛനും അമ്മയും ആളുകൾ പേരിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ മൂത്ത മോനാണ് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെയും ഹല്ലേലൂയ വേദപുസ്തകം എടുക്കുക എന്ന് പറഞ്ഞാൽ സഹോദരനോട് ചോദിച്ചാൽ ഞാൻ പട്ടിണി ഉണ്ടായിരുന്നിട്ടല്ല. പട്ടിണി പറഞ്ഞാൽ അന്ന് ഞങ്ങളെ വീട്ടിൽ വരണം ആരെങ്കിലും. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അപ്പച്ചൻ വെള്ളം അടിച്ചോണ്ടൊരു വിളിയുണ്ട്, 900 ഏക്കർ എൻ്റെ വക. എൻ്റെ അപ്പച്ചൻ വിളിക്കണത് 900 ഏക്കർ എൻ്റെ വക. ഇപ്പോഴും ഈ സഹോദരൻ്റെ അമ്മ പറഞ്ഞു 900 ഏക്കർ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ വാരിക്കോരി ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തം മന്ത്രവാദങ്ങൾക്ക് കൊടുത്തും മദ്യപാനികൾക്ക് കൊടുത്തും വാറ്റിപ്പൂറ്റി കുടിച്ച് തകർത്തുടഞ്ഞു പോയപ്പോ അതിനകത്തുനിന്ന് ചില കൊമ്പുകളെ കർത്താവ് പുറത്തെടുത്തു. ഉടമാരവനെ റീവൽക്കമാന ഘടകം നുരേ വൈഡമാന ഘടകസ്യാന ഉടമേ റീവൽക്കമന ഘടകം. ഇന്ന് പോൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്ന ഒരെണ്ണത്തെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ ഞങ്ങൾക്കറിയത്തില്ല. സ്വതന്ത്രം. എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. 2 കുഞ്ഞുങ്ങളുമായതിൻ്റെയായിട്ടാണ് യേശുവിനെ അറിയാൻ തുടങ്ങിയത്. കർത്താവിൻ്റെ ദാസി ഒരു പ്രാർത്ഥനയ്ക്ക് പോയി വന്നു. ഹല്ലേലൂയ. ഞാൻ മന്ത്രവാദിമാരെ പുറകെ പോകും മന്ത്രവാദം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം, ദൈവം പിടിക്കേണ്ട സമയത്ത് ദൈവം പിടിച്ചു. കർത്താവിൻ്റെ വചനം പറയുന്ന യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിങ്ങൾക്കെല്ലാവർക്കും എഴുന്നേൽക്കാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു.